എസ് അച്യുതാനന്ദന്റെ വിയോഗത്തിന് പിന്നാലെ തുറന്ന പറച്ചിലുമായി ഉറ്റ അനുയായിയും CPM-ന്റെ മുതിർന്ന നേതാവുമായ പിരപ്പൻകോട് മുരളി VS-ന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന് ഒരു യുവ നേതാവ് പറഞ്ഞപ്പോൾ താൻ നേരിട്ടത് കേട്ടുവെന്ന് പിരപ്പൻകോട് മുരളി മാതൃഭൂമി ന്യൂസിനോട് വെളിപ്പെടുത്തി. ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് പോലുള്ള പരാമർശങ്ങൾ ഇപ്പോഴും ചർച്ചയാകുകയാണ്. അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അല്ല, അത് ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറയുന്ന പ്രയോഗം വന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ഈ സമ്മേളനം നടക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ, നന്നായിട്ട് സംസാരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, ഞാൻ പേര് പറയുന്നില്ല, ആ ചെറുപ്പക്കാരൻ ഈ പാർട്ടിക്കകത്ത് വിഭാഗീയത ഉണ്ടാക്കുന്ന VS-നെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കുകയാണ് വേണ്ടത് എന്ന് പ്രസംഗിച്ചു. അപ്പോൾ സാധാരണഗതിയിൽ പാർട്ടി സമ്മേളനത്തിൽ പാർട്ടി നേതാക്കന്മാരെക്കുറിച്ച് വിശേഷിച്ച് VS അന്ന് പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. അപ്പോൾ പോളിറ്റ് ബ്യൂറോ മെമ്പറായ VS-നെ കുറിച്ച്, പ്രതിപക്ഷ നേതാവായ VS-നെ കുറിച്ച്, പാർട്ടിയുടെ സ്ഥാപകനായ VS-നെ കുറിച്ച് ഇങ്ങനെ ഒരു പരാമർശം വരുമ്പോൾ ഡയസിൽ നിന്ന് അതിനെ ചെറുക്കേണ്ടത് ആവശ്യമായിരുന്നു. പക്ഷേ ഡയസിൽ ഉണ്ടായിരുന്ന പാർട്ടി നേതാക്കന്മാർ എല്ലാവരും അത് ആസ്വദിക്കായിരുന്നു. ഞാൻ ഡെലിഗേറ്റാണെന്ന്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ പറഞ്ഞു പോയത് മോശമായി എന്ന് പിന്നെ തോന്നി. അതുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞയാൾ ഇങ്ങനെ ഒഴിഞ്ഞ് മാറാൻ ശ്രമിക്കുന്നത്. പക്ഷേ അന്ന് വൈകുന്നേരം, അതിൻ്റെ അടുത്ത ദിവസം വൈകുന്നേരം നമ്മുടെ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ വിളിച്ചിരുന്നു. 2012 പൊതുയോഗം നടന്നു. ആ പൊതുയോഗത്തിൽ VS തന്നെ ഈ പ്രശ്നം ഉന്നയിച്ചു. അപ്പോൾ VS, അത് നിങ്ങളുടെ ചാനലിലുണ്ടാവും, VS പറഞ്ഞത് VS അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണമെന്നാണ് ചിലരുടെ വാദം. അത് മനസ്സിലിരുന്നാൽ മതി. 1943 കയ്യൂരിലെ സഹകളുടെ കാര്യമൊക്കെ അനുസ്മരിച്ചുകൊണ്ട് VS പ്രസംഗിക്കുകയും ചെയ്തു. അപ്പോൾ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് VS-ന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല എന്ന വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ പോലും VS എന്തിനാണ് മറുപടി പറഞ്ഞത്? അത് അന്നത്തെ പത്രങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാതൃഭൂമി പ്രത്യേകിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ VS-ൻ്റെ ഒരു ജീവചരിത്രം എഴുതുന്നുണ്ട്. VS കമ്മ്യൂണിസ്റ്റ് മനുഷ്യാവതാരം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ആ പുസ്തകത്തിൽ ഒരു അധ്യായം ഈ ക്യാപിറ്റൽ പണിഷ്മെൻ്റാണ്. അങ്ങനെ പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലാണ് ഇപ്പോൾ VS-ന്റെ മരണത്തിന് പിന്നാലെ അടുത്ത അനുയായി, സന്തത സഹചാരിയായിരുന്ന പിരപ്പൻകോട് മുരളി പറയുന്നത്. 96-ൽ മാരാരിക്കുളത്ത് VS-നെ തോൽപ്പിക്കാൻ ചരട് വലിച്ചവരെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി എന്നും പിരപ്പൻകോട് മുരളി പറഞ്ഞു. അതുകൂടി കേൾക്കാം. 96-ലെ തോൽവിയെ പറ്റി പറഞ്ഞു. അന്ന് ഈ കോൺഗ്രസിന് വേണ്ടി ജയിച്ച PJ ഫ്രാൻസിസ് പറയുന്നുണ്ട്, ഞാൻ എങ്ങനെ ജയിച്ചു എന്നുള്ള എനിക്ക് അത്ഭുതമാണ് എന്ന് പറയുന്നുണ്ട്. അന്ന് അദ്ദേഹം പറഞ്ഞത് കേട്ട് ഞെട്ടി എന്നാണ് പറഞ്ഞത്. ഞെട്ടിലുളവാക്കിയ കാര്യങ്ങൾ എന്താണെന്ന് PJ ഫ്രാൻസിസ് പറഞ്ഞു. എങ്ങനെയൊക്കെയാണ് പാർട്ടി ഈ PJ ഫ്രാൻസിസിനെ സഹായിച്ചതെന്ന് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു. കാരണം ഒരു യാദൃച്ഛിക സംഭവമുണ്ട്. ഞാൻ MLA ആയിരുന്നു 96-ൽ. അപ്പോൾ PJ ഫ്രാൻസിസും 96-ൽ MLA ആയിരുന്നു. ഈ ഫ്രാൻസിസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ സഹാബിനോട് ചില കാര്യങ്ങൾ പറയാം. സഹാബാകുമ്പോൾ അത് അങ്ങനെ പുറത്തു പറയില്ലല്ലോ. ഞാൻ പറഞ്ഞു, ഇല്ല, എന്താണോ പറഞ്ഞോളൂ. അപ്പം ഞാൻ ജയിച്ചത് എൻ്റെ മിടുക്കുകൊണ്ടല്ല, നിങ്ങളുടെ പാർട്ടി എന്നെ സഹായിച്ചത് കൊണ്ടാണ്. എന്നിട്ട് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം തത്ത പറയും പോലെ എന്നോട് പറഞ്ഞു. പക്ഷേ ഞാൻ ഞെട്ടിപ്പോയി. കാരണം വെച്ചാൽ ഞാൻ പ്രതീക്ഷിക്കാത്ത പല ആളുകളും അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. 96-ൽ ഈ CITU-കാർ ചെയ്ത, CITU-കാരെന്നും മുഴുവൻ പറഞ്ഞുകൂടാ, അതിൽ ചില VS-നോട് താല്പര്യമില്ലാത്ത അസൂയാലുക്കളായ ചില നേതാക്കന്മാർ ചെയ്ത, അതുപോലെ മുഖ്യമന്ത്രിയാവാൻ കാത്തിരുന്ന ചില ആളുകൾ ചെയ്ത ചതിക്ക് പകരം വീട്ടാൻ ഞങ്ങളൊക്കെ മുൻകൈയെടുത്തു. ഒരു പെൺ മുഖ്യമന്ത്രി, സുശീല ഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയാണ് ഈ ശ്രമമൊക്കെ നടത്തിയത്. പക്ഷേ അത് മനസ്സിലാക്കിയ VS തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കൂടിയ യോഗത്തിൽ തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാത്ത നായനാരെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചു. 2 വോട്ടിന് നായനാര് മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. അപ്പോൾ ഈ കാര്യങ്ങൾ VS-നോടൊന്ന് തുറന്ന് പറഞ്ഞിരുന്നോ? PJ ഫ്രാൻസിസ് പറഞ്ഞ കാര്യങ്ങൾ? പക്ഷെ VS-നൊക്കെ അറിയാം ആരാണ് ഇതൊക്കെ ചെയ്തതെന്നൊക്കെ അറിയാം.
2016 ആദ്യ 6 മാസം VS-നെ മുഖ്യമന്ത്രിയാക്കണമെന്ന് താൻ സംസ്ഥാന കമ്മിറ്റിയിൽ ആവശ്യപ്പെട്ടുവെന്നും പിരപ്പൻകോട് മുരളി പറഞ്ഞു. VS-നെ മുന്നിൽ നിർത്തി തെരഞ്ഞെടുപ്പ് വിജയിച്ചതുകൊണ്ടാണ് അങ്ങനെ ആവശ്യപ്പെട്ടതെന്നും പിരപ്പൻകോട് മുരളി വ്യക്തമാക്കി. 2016 VS ആണ് തെരഞ്ഞെടുപ്പ് നയിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ട് VS മുഖ്യമന്ത്രിയാകും എന്നാണ് ആളുകളൊക്കെ ധരിച്ചതും. പക്ഷേ ഈ മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കുന്ന ഘട്ടം വന്നപ്പോൾ ഇവിടുത്തെ സെക്രട്ടേറിയറ്റ് കൂടി തീരുമാനിച്ചു പിണറായി വിജയനെ മുഖ്യമന്ത്രിയാക്കണം. എന്നിട്ടൊരു കാര്യം കൂടി പറഞ്ഞു, ആർക്കെങ്കിലും വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് പറഞ്ഞു, VS-നെ 6 മാസം മുഖ്യമന്ത്രിയാകണം. 6 മാസം കഴിഞ്ഞ് പിണറായി മുഖ്യമന്ത്രിയാവുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ ചായ കുടിക്കാൻ ചെന്ന് പറഞ്ഞു, നിൻ്റെ കച്ചവടം പാസ്. അപ്പോൾ അത് കൃത്യമായിട്ട് നടന്നു. അതിനുശേഷം നടന്നത് 2018 തൃശ്ശൂരാണ്. ആ തൃശ്ശൂർ സമ്മേളനം നടന്നപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് 10-14 പേരെ ഇപ്പോൾ ഞങ്ങൾ ഒഴിവാക്കുകയാണ്, 80 കഴിഞ്ഞവരെ. എന്നിട്ട് ആദ്യം വായിച്ച പേര് എൻ്റെ പേരാണ്. എനിക്കന്ന് 74 വയസ്സേ ഉള്ളൂ. ഞാൻ 43 ജൂൺ 12 ജനിച്ചവരാണ്. 2018 എങ്ങനെയാണ് 80 വയസ്സായതെന്ന് എനിക്ക് അറിയില്ല.